In this video, we are going to discuss about how to create list using HTML. So, there are different kinds of links. In this video, we will discuss unordered list. So, I will create a file for unordered list. Name it as unordered list. .html. Okay. And paragraph contents copy cheyana. And ividekku paste cheyidu. Title to unordered list. Okay, body content ഒക്കെ ഞാൻ ഒഴിവാക്കുവാണ്. Unordered ലിസ്റ്റിനെ റെഫർ ചെയ്യുന്ന ടാഗാണ് UL. UL stands for unordered list. ഈ unordered ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബുള്ളറ്റ് പോയിൻ്റ് ആഡ് ചെയ്ത് വരും. സോ നിങ്ങൾക്ക് കാണാം. ഇനി ഇതിന് ഓരോ ലിസ്റ്റിലെ ഓരോ എലമെൻറ്റിനെയും നോട്ട് ചെയ്യുന്ന ടാഗാണ്, അല്ലെങ്കിൽ ഓരോ എലമെൻറ്റിനെയും പോയിന്റ് ചെയ്യുന്ന ടാഗാണ് LI. സോ ഞാനിവിടെ നിങ്ങൾക്കിവിടെ കാണാം, ലെഫ്റ്റ് സൈഡിലൊരു ബുള്ളറ്റ് പോയിന്റ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു ഫസ്റ്റ് ലിസ്റ്റിലെ ഫസ്റ്റ് എലമെൻറ്റ് കൊടുക്കുകയാണ്, ഇന്ത്യ. നെക്സ്റ്റ് ചൈന. ഒരൈറ്റം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഓക്കെ. നിങ്ങൾക്ക് ബുള്ളറ്റ്സ് പോയിന്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇവിടെ കിട്ടുന്നത്. സോ ദാറ്റ്സ് വാട്ട് മെൻ ബൈ അൺഓർഡർഡ് ലിസ്റ്റ്. ഇനി ലെറ്റ്സ് ക്രിയേറ്റ് എ സബ് ലിസ്റ്റ് ഇൻസൈഡ് അവർ ലിസ്റ്റ്. ഇപ്പം ഞാൻ ഈ അമേരിക്ക എന്നുള്ള ലിസ്റ്റിൻ്റെ ഉള്ളിലൊരു സബ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ഈ LI ടാഗിന് ശേഷം വീണ്ടും ഞാനൊരു അൺഓർഡർഡ് ലിസ്റ്റ് കൊടുക്കുകയാണ്. ഫസ്റ്റ് UL, ദെൻ ഓരോ ലിസ്റ്റ് ഐറ്റവും കൊടുക്കാൻ വേണ്ടിയിട്ട് LI, one, 2, നെക്സ്റ്റ് LI കൊടുക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം അമേരിക്കയുടെ അണ്ടറിൽ സബ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഓഫ് ബുള്ളറ്റ് പോയിന്റ്സ്. സോ ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഓർഡേർഡ് ലിസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.